നമസ്കാരം. മുമ്പ് പലപ്പോഴും ഞാൻ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഈ കർമ്മഫലം അത് അനുഭവിക്കാതെ നമുക്കാർക്കും ഈ ഭൂമി വിട്ട് പോകാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ അയാളുടെ പിൻതലമുറ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ കൺമുന്നിലുണ്ട്. ഞാനിത് പറയാൻ പോകുന്ന കാര്യത്തിന് ഒരാമുഖമായിട്ടാണ്. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ്റെ മകൾ വീണ പ്രതിയായ മാസപ്പടി കേസിൽ ED അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് EDയും SFIയും ഒക്കെ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നു. പക്ഷേ അന്ന് പിണറായി വിജയൻ്റെ സ്വാധീനം കൊണ്ടാകാം ഇത്തരത്തിൽ നടപടികളൊന്നും വീണയ്ക്കെതിരെ ഉണ്ടായില്ല. അതിനുശേഷം കാര്യങ്ങളൊക്കെ മാറിമറിഞ്ഞു. പിണറായി വിജയൻ അധികാരം നഷ്ടപ്പെട്ടു. അദ്ദേഹം പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തേക്ക് വന്നു. പിന്നീട് ഈ വീണയുടെ വീട് റെയ്ഡ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങളെത്തി ED ഉദ്യോഗസ്ഥർ. അതിനുശേഷം നടന്ന അക്രമമൊക്കെ നമുക്കറിയാവുന്നൊരു കാര്യമാണ്. പിന്നീട് വീണയെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി സമൻസ് അയച്ചു. പക്ഷേ വീണ ഹാജരായില്ല. ഇനി ബുധനാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി വീണയ്ക്ക് വീണ്ടും ED ഉദ്യോഗസ്ഥർ സമൻസ് അയച്ചിരിക്കുകയാണ്. നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അഴിമതിപ്പണം അത് കണ്ടുകെട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. വീണ ജയിലിൽ പോകാനുള്ള സാധ്യത ഏറെയുണ്ട്. ഇതൊക്കെ പിണറായി വിജയൻ എന്ന അച്ഛനെ എത്രമാത്രം വേദനിപ്പിക്കുന്നു, അദ്ദേഹത്തിന് എത്രമാത്രം മാനസിക സംഘർഷം നൽകുന്നു, എത്രമാത്രം ഉറക്കമില്ലാത്ത രാത്രികൾ നൽകുന്നു എന്ന് നമുക്ക് തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഇത്രയും പറഞ്ഞതിന് കാരണം, സ്വപ്ന സുരേഷ് എന്ന വനിതയെ നമ്മളാരും മറന്നിട്ടില്ല. സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയാക്കപ്പെട്ട് വഞ്ചിക്കപ്പെട്ട് ജയിലിൽ കിടന്ന ഒരു സ്ത്രീ. പിന്നീട് ആ സ്ത്രീ അനുഭവിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അന്നൊക്കെ പലരും ആ സ്ത്രീയെ കുറ്റപ്പെടുത്തി. ജീവിതത്തിൽ ഒരൊറ്റ തവണ മാത്രമാണ് ഞാൻ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഈ വനിതയെ കണ്ടിട്ടുള്ളത്. MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് അനധികൃത സ്വത്ത് സമ്പാദനം ഉയർന്നു വന്ന സമയത്ത് അവസാനമായിട്ടുള്ള ഒരു അഭിമുഖം അവർ തന്നത് DNA ന്യൂസിനാണ്, ബാംഗ്ലൂരിൽ വെച്ച്. ബാംഗ്ലൂരിൽ പോയി ഞാൻ സ്വപ്ന സുരേഷിനെ കണ്ടു. ഇത് ചിത്രീകരിക്കുന്നതിനിടയിൽ അവർ ക്യാമറയ്ക്ക് മുന്നിലല്ലാതെ പറഞ്ഞ നിരവധി കാര്യങ്ങളുണ്ട്. ഞാൻ ജീവിതത്തിൽ കണ്ട ഏറ്റവും ബഹുമാനിക്കുന്ന, ഏറ്റവും നല്ല ആദരണീയയായ ഒരു സ്ത്രീയാണ് സ്വപ്ന സുരേഷ്. അന്ന് വാർത്തകൾ വന്നതാണ്, ഈ കേസിൽ നിന്ന് പിന്മാറിയാൽ 30 കോടി രൂപ നൽകാമെന്ന് MV ഗോവിന്ദൻ സ്വപ്ന സുരേഷിന് വാഗ്ദാനം നൽകിയതായി. പക്ഷേ അവരത് നിരസിച്ചു. അവരുടെ ഒരൊറ്റ ലക്ഷ്യം, താൻ കുറ്റക്കാരിയല്ല എന്ന് തെളിയിക്കണം, സമൂഹത്തിന് മുന്നിൽ തെളിയിക്കണം, ഇതിൻ്റെ യഥാർത്ഥ കുറ്റവാളികളെ വെളിച്ചത്ത് കൊണ്ടുവരണം. ഇതൊക്കെയാണ് അവരുടെ ലക്ഷ്യം. അതിനുശേഷമാണ് DNA ന്യൂസിൻ്റെ ഓഫീസൊക്കെ റെയ്ഡ് ചെയ്തത്. എന്തായാലും അത് ഇതുമായി ബന്ധപ്പെടുന്ന ഒരു വിഷയമല്ല. ഞാനിപ്പോൾ ഇത് ഓർത്തത് ഈ കർമ്മഫലത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ്. ഈ സ്വപ്ന സുരേഷിൻ്റെ ചതിയുടെ പത്മവ്യൂഹം എന്നൊരു പുസ്തകം അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു ഒരു 2-3 വർഷങ്ങൾക്ക് മുൻപ്. M ശിവശങ്കർ അശ്വത്ഥമാവിൻ്റെ ആന എന്നൊരു പുസ്തകവുമായി വന്നതിനു ശേഷമാണ് തൻ്റെ ഭാഗം അത് പൊതുസമൂഹത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് സ്വപ്ന സുരേഷിന് തോന്നിയതും അവർ ചതിയുടെ പത്മവ്യൂഹം എന്നൊരു പുസ്തകവുമായി രംഗത്ത് വന്നതും. ആ പുസ്തകത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, അന്ന് ട്രിപ്പിൾ ലോക്ക്ഡൗൺ നിലനിന്നിരുന്ന സമയത്ത് ഇവരുടെ ആദ്യ ഭർത്താവും 2 കുട്ടികളും ഈ കേസിൽ ഉൾപ്പെട്ട സന്ദീപുമായി കൊച്ചിയിലേക്ക് പോയതും, കൊച്ചിയിൽ നിന്ന് ഭർത്താവിനെയും മക്കളെയും കൊച്ചിയിലാക്കിയിട്ട് ബാംഗ്ലൂരുവിലേക്ക് പോകാൻ ശിവശങ്കർ നിർബന്ധിച്ചതുമൊക്കെ അത് ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്നൊക്കെ ആ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാകും. കുട്ടികളെയും ഭർത്താവിനെയും വിട്ടിട്ട് അപരിചിതനോടൊപ്പം പോകേണ്ടി വരുന്ന ഒരവസ്ഥ അന്ന് ട്രിപ്പിൾ ലോക്ക്ഡൗൺ സമയത്ത്. ട്രിപ്പിൾ ലോക്ക്ഡൗൺ നിലനിന്നിരുന്ന സമയത്ത് എങ്ങനെയാണ് സ്വപ്ന സുരേഷ് ഈ കേരളം വിട്ട് അന്യസംസ്ഥാനത്തേക്ക് പോയത് എന്നുള്ളൊരു ചോദ്യമൊക്കെ അന്ന് വലിയ രീതിയിൽ ഉയർന്നിരുന്നു. അതിൻ്റെ പല നിഗമനങ്ങളും ഒന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് അതൊന്നും ഒരു ബാധകമായിട്ടുള്ള ഒരു കാര്യമല്ല. സ്വപ്ന സുരേഷിനെ തൻ്റെ ഭർത്താവിൻ്റെയും മക്കളുടെയും മുന്നിൽ വെച്ച് സന്ദീപ് ഉപദ്രവിച്ചതിനെക്കുറിച്ച് അവർ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അവരുടെ മുടി പിടിച്ച് വലിക്കുകയും അവരെ അടിക്കുകയും ഒക്കെ ചെയ്തതായി അവർ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, സ്വന്തം ഭർത്താവിൻ്റെയും കുട്ടികളുടെയും മുന്നിൽ വെച്ച് ഒരു അന്യപുരുഷൻ തൻ്റെ തലമുടി പിടിച്ചു വലിക്കുകയും തൻ്റെ വസ്ത്രം പിടിച്ച് അഴിക്കാൻ ശ്രമിക്കുകയും തന്നെ അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതൊക്കെ നേരിടേണ്ടി വരുന്ന ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥയെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. പിന്നീട് സ്വർണ്ണക്കടത്ത് കേസിൽ പെട്ട് ഈ സ്വപ്ന സുരേഷ് 15 മാസങ്ങളാണ് ജയിലിൽ കിടന്നത്. പിണറായി വിജയൻ്റെ മകളുടെ പ്രായം മാത്രമേ ഉള്ളൂ അവർക്ക്. അതുമാത്രമല്ല, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഡോളർ കടത്ത് കേസിനെ കുറിച്ച് അവർ കൃത്യമായി പറയുന്നുണ്ട്. ഈ ഡോളർ മുഖ്യമന്ത്രി മറന്നു വെച്ചിട്ട് പോയ ഒരു പെട്ടി അതെടുത്തു കൊടുക്കാനായി ശിവശങ്കർ ആവശ്യപ്പെടുന്നതിനെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. അതായത് തനിക്കും തൻ്റെ കുടുംബത്തിനും തൻ്റെ മകൾക്കുമൊക്കെ വേണ്ടി മറ്റൊരു സ്ത്രീയെ, മകളുടെ പ്രായമുള്ള മറ്റൊരു സ്ത്രീയെ ബലിയാടാക്കുകയായിരുന്നു പിണറായി വിജയൻ. 1-2 15 മാസങ്ങളാണ് ആ സ്ത്രീക്ക് ജയിലറയിൽ കഴിയേണ്ടി വന്നത്. ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയി അവരെ അപായപ്പെടുത്താനായിരുന്നു അന്ന് ശ്രമിച്ചത്. പക്ഷേ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അവർ രക്ഷപ്പെട്ടു. 15 മാസം ജയിലിൽ കിടന്നതിനു ശേഷം പുറത്തിറങ്ങി അവർക്ക് HRDS ഇന്ത്യ ജോലി നൽകി.
പക്ഷേ ആ ജോലി ചെയ്യാൻ പോലും അനുവദിക്കാതെ HRDSനെ വേട്ടയാടി പിണറായി വിജയൻ്റെ സർക്കാർ. അങ്ങനെയാണ് HRDSന് ഈ സ്വപ്ന സുരേഷിനെ അവരുടെ ജോലിയിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നത്. അങ്ങനെ എത്രമാത്രം ദ്രോഹിച്ചു. വീണയുമായും കമലയുമായും വിജയനുമായും വിജയൻ്റെ കുടുംബവുമായും ഒക്കെ എത്രമാത്രം ബന്ധമുണ്ടായിരുന്ന ഒരാളായിരുന്നു സ്വപ്ന സുരേഷ്. എന്നിട്ടാണ് സ്വന്തം മകൾക്കും കുടുംബത്തിനും വേണ്ടി ആ സ്ത്രീയെ ബലിയാടാക്കിയത്, അവരെ ജയിലിലടച്ചത്, അവരെ കൊലപ്പെടുത്താനായി കൊണ്ടുപോയത്. ഇതൊക്കെ കാണുമ്പോഴാണ് ഞാൻ മുമ്പ് പറഞ്ഞ കർമ്മഫലത്തെക്കുറിച്ച് ഓർമ്മ വരുന്നത്. ഇന്ന് സ്വപ്ന സന്തോഷിക്കുന്നുണ്ടാവും. ഇത് സ്വപ്നയുടെ ഒരു ശാപവാക്കുകൾ കൊണ്ടല്ല, കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ശപിക്കുന്ന ഒരു വ്യക്തിയല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും മാന്യയായിട്ടുള്ള ഒരു സ്ത്രീയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത്രയ്ക്ക് മാന്യയായിട്ടുള്ള സ്ത്രീ. അവർ പറയുന്നത് ശരിയാണെന്ന് അറിയാൻ അവർക്ക് പോളിഗ്രാഫ് ടെസ്റ്റ് ഒന്നും നടത്തേണ്ട കാര്യമില്ല. അവരുടെ കണ്ണുകളിൽ, അവരുടെ മുഖഭാവങ്ങളിൽ, അവരുടെ ഓരോ വാക്കുകളിലുണ്ട് താൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഓരോ വാക്കുകളും സത്യമാണെന്ന്. അതാണ് സ്വപ്ന സുരേഷ്. അവരുടെ കണ്ണീരിൻ്റെ ഫലം, അവരുടെ ജീവിതം തകർത്തെറിഞ്ഞതിൻ്റെ ഫലം, അവർ 15 മാസങ്ങൾ ജയിലിൽ കിടന്നതിൻ്റെ കൂലി, അതൊക്കെയാണ് ഇപ്പോൾ പിണറായി വിജയൻ്റെ മകളും അനുഭവിക്കാൻ പോകുന്നത്. ജയിലിൽ പോകുന്നതൊക്കെ പിന്നീട്. പക്ഷേ ഇപ്പോൾ പിണറായി വിജയൻ അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷമുണ്ടല്ലോ. പിണറായി വിജയനുമായി ബന്ധപ്പെട്ട പലരും പറഞ്ഞു കേൾക്കുന്നത് അദ്ദേഹത്തിന് മകളോടുള്ള അമിതമായിട്ടുള്ള വാത്സല്യവും സ്നേഹവും ഒക്കെ ആണ്. അപ്പോൾ അതുപോലെയാണ്, തൻ്റെ മകളെപ്പോലെയാണ് മറ്റൊരു പെൺകുട്ടിയും അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയും എന്ന് ചിന്തിക്കാനുള്ള ഒരു മനുഷ്യത്വം പിണറായി വിജയനില്ല. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്തായാലും വരുന്ന ബുധനാഴ്ച വീണ ED ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണം. പിന്നീട് ഒരുപാട് കാലമൊന്നും നീട്ടാൻ കഴിയില്ല. അതിനുശേഷം അടുത്ത നടപടികളിലേക്ക് വീണ കടക്കും. കാര്യങ്ങളൊക്കെ കണക്കുകൂട്ടി നോക്കുമ്പോൾ എന്തായാലും വീണയ്ക്ക് ജയിലിൽ കിടക്കേണ്ടി വരും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി. കാരണം പിഴയടച്ച് രക്ഷപ്പെടാവുന്ന ഒരു കുറ്റമല്ല. ഇനി അനുഭവിക്കാൻ പോകുന്നത് പിണറായി വിജയൻ്റെ കുടുംബമായിരിക്കും. അത് സ്വപ്ന സുരേഷിൻ്റെ മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകളുടെ ശാപവാക്കുകൾ. എത്രയോ പേരെ കള്ളക്കേസുകളെടുത്ത് ജയിലിലടച്ചു പിണറായി വിജയൻ. ഇന്ന് അവരുടെയൊക്കെ ശാപമാണ് പിണറായി വിജയനെ വേട്ടയാടുന്നത്. അത് ഏതൊക്കെ സ്വാധീനമുണ്ടായിരുന്നാലും, എത്ര പണമുണ്ടായിരുന്നാലും അതൊന്നും മാറ്റിമറിക്കാനോ തിരുത്തി എഴുതാനോ ഒന്നും കഴിയില്ല പിണറായി വിജയൻ. എന്തായാലും പിണറായി വിജയൻ്റെ മകൾ വീണയ്ക്ക് സംഭവിക്കുന്ന ഓരോന്നും അത് സ്വപ്ന സുരേഷ് എന്ന സ്ത്രീയോട് ചെയ്ത കൊടും ക്രൂരതയുടെ പാപങ്ങളുടെ ഫലമാണ് എന്ന് തന്നെ പറയേണ്ടി വരും.